എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മളുള്ളത് കണിയങ്കവല്ലാണ്. നിങ്ങൾക്കറിയാം, ഞാൻ ഡ്രസ്സ് പോലും മാറിയിട്ട് ഡ്രസ്സ് മാറിയതാണ് കേട്ടോ. അപ്പം നമുക്ക് വേറെ ഡ്രസ്സ് നമ്മളങ്ങനെ കൊണ്ടുവന്നിട്ടില്ലാത്തത് കൊണ്ട് നമ്മൾ ഇത് തന്നെ ഇടുന്നു. ആ കുട്ടിക്ക് നമ്മൾ വേറെ ഡ്രസ്സ് മാറി. ഈ ഓളിൻ്റെ കയ്യിൽ നിന്ന് ചാടുന്നു ഫോണ് പിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ ഇന്ന് ഇവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ നിങ്ങളെ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ കണിയങ്കവല്ലിലെ വീട്. അല്ല, പുതുതായിട്ട് ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒരു വർഷമായില്ലേ. കാരണം അച്ഛ വരുന്നുണ്ടെങ്കിൽ അച്ഛ വീഡിയോ ഒന്നും എടുക്കാറില്ലായിരുന്നു. അപ്പം ഇവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. നമ്മുടെ ആൻറ്റിയുടെ വീട്ടിൽ പോവുകയാണ് കേട്ടോ. നമ്മുടെ ആ മെയിൻ ചെടിയില്ലേ, അത് തന്നത് നമ്മുടെ ഈ ആൻറ്റിയാണ്. അപ്പോൾ ആൻറ്റിയുടെ അടുത്ത് പോകണം. ആൻറ്റിയുടെ വീടെന്ന് പറഞ്ഞാൽ തൊട്ട് താഴെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അങ്ങോട്ട് ഇറങ്ങി പോവാണ്. എന്താ ആൻറ്റി മീൻസ് നമ്മുടെ പപ്പയുടെ പെങ്ങൾ. കുറേ പെങ്ങന്മാരുണ്ട് ഇട്ട്. ഈ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കൃത്യമായിട്ട് അറിഞ്ഞത്തുകൂടിയില്ല. ഞങ്ങൾ താഴോട്ട് വീടിൻ്റെ അതിലേ നടന്ന് പോകുന്നത്. എന്താ സാധനം അങ്ങനെ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഇവരുടെ പഴയ വീടും കാര്യങ്ങളും സ്ഥലങ്ങളും എല്ലാം നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം നമ്മളിവിടെ കുറേ പശുക്കളൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ നിന്നൊരു കണ്ണു പോലും കാണത്തില്ല. ടർക്കി വേണോ? അതെ 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 അതെ. കുഞ്ഞേ 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 ഇതെന്നാ? ഇതാണ് ഞാൻ ഇവിടെ വെച്ചിട്ട് ഞങ്ങൾ കൊണ്ടുവരാനിരുന്ന ചെടി കേട്ടോ. നല്ല അടിപൊളിയായിട്ട് വലുതായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ചെറുതും ഉണ്ടായിരുന്നു. അച്ഛൻ നേരത്തെ കുഴിച്ച് വെച്ചത്. അപ്പോൾ ആ ചെറുത് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു. ബാക്കി വലുത് കൊണ്ടുപോകാനൊന്നും നമ്മളെ കൊണ്ട് പറ്റത്തില്ല. മണ്ണ് തന്നെ ഉണ്ട് ഒരു 10 കിലോ. അപ്പോൾ അത് ചുമക്കാനുള്ള ശക്തി ഇല്ലാത്തതുകൊണ്ട് ചെറുത് കൊണ്ടാന്ന് ഓർത്തു. പനിനീർ ചാമ്പങ്ങ അപ്പോൾ ഇവരെന്തോ ആഭ്യന്തര കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ഏതാണെന്നൊന്നും വലിയ വോയിസ് ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വോയിസ് ഓവർ കൊടുക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ എന്തൊക്കെയോ നാട്ടുവിശേഷം വീട്ടുവിശേഷമൊക്കെ പറയുകയാണ്. അപ്പം ഞാൻ ഈ മൂലയ്ക്ക് ഫോണിൽ ഞോണ്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ നൈസായിട്ട് വീഡിയോ എടുത്തതാണ്. രണ്ടുപേരും അറിഞ്ഞിട്ടില്ല വീഡിയോ എടുക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് വോയിസ് കേൾപ്പിക്കാത്ത കേട്ടോ. അങ്ങനെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ എഴുന്നേക്കല്ല സൗണ്ട് കേൾക്കുമ്പോൾ ഭയങ്കര സൗണ്ട് കേൾക്കുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ളൂ. അവള് കുഴപ്പമൊന്നുമില്ല. അവള് ഇങ്ങനെ എല്ലാവരും ഇവരെല്ലാവരും ഉറങ്ങിക്കഴിയുമ്പോഴും നല്ല ഉറക്കമാണെങ്കിൽ വെടി പിടിച്ചാലും അറിയത്തില്ല. അല്ലെങ്കിൽ നിസാരം നമ്മൾ കൂട് കിലിക്കാൻ മതി. നമ്മൾ ബെഡേ കയറിട്ട് ബെഡേ കയറിയിട്ട് ഇറങ്ങുമ്പോഴേ ചെറിയ സൗണ്ട് കേൾക്കുമല്ലോ. അത് കേട്ടിട്ട് ഇറങ്ങും. അല്ല, നെറ്റ് കട്ടർ വെച്ച് കട്ട് ചെയ്തു പോകല്ലേ? ഇല്ല പോവല്ലേ. അത് ഞങ്ങൾ ആ പെരുന്നാളിൻ്റെ സമയത്ത് പോയി. വെട്ടിയായിരുന്നല്ലേ? അത് മറ്റേ ഈ ഡ്രസ് മാറി തന്നില്ല. ചിച്ചേ ചിച്ചേ കുഞ്ഞു ചിച്ചേ ചിച്ചേ ചിച്ചേ. അതെ, ഞങ്ങളുടെ പഴയ സ്ഥലത്തെത്തിയിരിക്കുന്നു. ഞങ്ങൾ ഒരുപാട് വിഹരിച്ച് നടന്ന സ്ഥലങ്ങളാണ്. ഒരുപാട് വീഡിയോ എടുത്ത സ്ഥലങ്ങളാണ്. മാത്രം ഷോർട്ട്, ലോങ്, ലൈവ്, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സത്യം പറഞ്ഞാൽ നമ്മുടെ പറമ്പിൽ ലൈവ് ചെയ്ത് ഇവിടെ അല്ലേ ലൈവ് ഇട്ടായിരുന്നു തോന്നുന്നു. ലൈവും ഒരുപാട് വീഡിയോസ് ഒക്കെ ഈ പറമ്പിലൊക്കെ നടന്നത്. കാര്യങ്ങളൊക്കെ കൊടുക്കണം. ഇവിടെ അച്ഛന്ന് കാണിച്ച മുരിങ്ങ ഇതേ അന്ന് കാണിച്ച ഞാൻ പെരുന്നാളിൽ വന്നപ്പം പൂവായിരുന്നു. ഇതുണ്ടോ, ഇഷ്ടം പോലെ ആയിട്ടുണ്ട്. ഇതുണ്ടോ, ഇത് മൂത്തിട്ടില്ല കേട്ടോ, പറിക്കാറാവുന്നതേ ഉള്ളൂ. എന്നാലും ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. പിന്നെ ഇത് ഇവിടെ ഒരു മാവുണ്ട്. പൂവുണ്ടോ ചിലപ്പോൾ ഈ പക്ഷെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അറിയാമോ, ഇതെന്ന് പ്രാവശ്യം പറിച്ചപ്പോഴാണ് കണ്ണി പോയിട്ട് എൻ്റെ ദൈവം ചോന പോയിട്ട്. ഈ സൈഡിൽ കാണുന്നതാണ് അച്ചാച്ചൻ്റെ ഒക്കെ പഴയ വീട്, അതായത് ഇവരുടെ തറവാട് വീട്. ഇതിപ്പോ ഇത് വേറെ ആരുടെ സ്ഥലമാണ്, നമ്മുടെ അല്ല. നമ്മളിവിടെ വിഹരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ, നമ്മുടെ സ്ഥലമല്ല. ഇവിടെ വാളംപുള്ളി നിൽക്കുന്നുണ്ടോ? പുളി ഉണ്ടല്ലോ. ഇല്ല, പുളി കണ്ട സമയം ആയതുകൊണ്ട്. വാളംപുളി അല്ലേ? സോറി കൊടംപുളി. ഞാൻ വാളംപുളി എന്ന് പറഞ്ഞേ.
ഇത് അന്ന് കാപ്പിക്കുരു നിങ്ങളെ ഇതായിട്ട് കാണിച്ചത് കാപ്പിയാ നിൽക്കുന്ന കാപ്പിക്കുരു കാണിച്ചത് അത് ലൈവ്. അപ്പോൾ അടിപൊളിയായിട്ട് ഞങ്ങൾ എത്തി. ആ കുട്ടി ഉറങ്ങി. അവള് ഭയങ്കര ഹാപ്പി ആയിട്ട് എല്ലാവരുടെയും കൂടെ അത് തന്നെയായിരുന്നു കേട്ടോ. ഞങ്ങൾ ആഗ്രഹിച്ചത് ഞങ്ങൾ വീട്ടിൽ നിന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടെ പോകണം എന്നൊക്കെ കരഞ്ഞൊന്നും കാണിച്ചിട്ടില്ല. ഇപ്പോൾ ഇച്ചിരി ഉറക്കം വന്നപ്പോൾ മാത്രമാണ് ശകല സീനാക്കി കരഞ്ഞത്. യാത്രയുടെയൊക്കെ ക്ഷീണം എനിക്ക് തന്നെ തല പൊക്കാൻ പറ്റുന്നില്ല. എല്ലാവർക്കും ഉണ്ടാവില്ല. കാരണം നമ്മൾ അവിടെ നിന്ന് പറഞ്ഞ കാലാവസ്ഥയല്ല ഇവിടെ വന്നപ്പം ഒരു പ്രത്യേക പനി പിടിക്കാനൊക്കെ അതെ, പറ്റിയ പെട്ടെന്ന് അവിടെ തണുപ്പ് പെട്ടെന്ന് ചൂട് അതൊക്കെ ആകുമ്പോഴത്തേനും എല്ലാവർക്കും ഇതാവുമല്ലോ. അങ്ങനെ അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ ഇവിടുത്തെ കാഴ്ചകൾ. താഴെ എൻ്റെ കുറേ ചെടി സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കുറേയൊക്കെ പോയി. പിന്നെ കുറേയൊക്കെ പപ്പ വെള്ളം ഒഴിക്കുന്നുണ്ടായിരുന്നു. വെള്ളം ഒഴിക്കുന്നതൊക്കെ നിൽപ്പുണ്ട് വലിയ കുഴപ്പമില്ലാണ്ട്. അതിൽ ഒരെണ്ണം ഞങ്ങൾ നോട്ടോടെ വെച്ചിട്ടുണ്ട്. ഞങ്ങൾ പൈസ കൊടുത്ത് മേടിച്ചായിരുന്നു കേട്ടോ. അത് ഞങ്ങൾ തിരിച്ചു വെച്ചാലാണ് കേട്ടോ. അത് അതിൻ്റെ മാതൃസസ്യം അതിപ്പോഴും അവിടെ നിൽപ്പുണ്ട്. ബാക്കിയുള്ളത് ഞങ്ങൾ ഉറം പിരിച്ചു വെച്ചായിരുന്നു എങ്ങനെ വളരുമോയെന്ന് അറിയാൻ വേണ്ടി. ആ സമയത്താണ് നമ്മൾ അങ്ങോട്ട് പോയത്. പിന്നെ അത് നോക്കിയ ശേഷം പിന്നെ അത് നല്ലപോലെ കിളുത്ത് വന്നു കേട്ടോ. അതിന്റെ ആദ്യത്തേത് നമ്മൾ മേടിച്ച സംഭവം സൂപ്പറായിട്ട് നിൽപ്പുണ്ട് കേട്ടോ. നല്ല രസം കാണാനായിട്ട്. ഇത്രയോടെ വലുതായി. താഴെ ഇറങ്ങുമ്പോൾ കാണിച്ചു തരാം. എന്ത് തോന്നുന്നു അച്ഛൻ ആ കുട്ടീനെ കൊണ്ട് ഇവിടെ വന്നപ്പോൾ? എന്താ പറഞ്ഞറിയിക്കാൻ പറ്റത്തൊരു സന്തോഷം. മുഖം കാണിക്കും, സ്വന്തം മുഖം. കാരണം അന്നത്തെ പപ്പായെയും മമ്മീനെയും ചേട്ടാനെയും ഒക്കെ ആ കുട്ടിയും കാണിച്ചപ്പോൾ അച്ഛക്ക് എന്ത് തോന്നുന്നു അറിയില്ല. മമ്മി അത് പറഞ്ഞിട്ട് എന്തോ വേറെ താഴത്തെ വീട്ടിലൊരു ചേട്ടനെ പാല് മേടിക്കാൻ ആ സമയത്ത് നമ്മൾ പശുവിനെ കറന്ന് പാല് കൊടുക്കാറായ സമയത്താണ് നമ്മൾ വീട്ടിൽ വന്നത്. ആ സമയത്ത് മമ്മി ഓർത്തു പാല് കൊടുക്കാൻ സമയം ആവുന്നതേ ഉള്ളായിരുന്നു. 1:30 കഴിക്കല കൊടുത്ത് നമ്മൾ 12 മുക്കാലായപ്പോഴായിട്ട് വന്നില്ലേ. അപ്പം വരുണേപ്പോ ആ സമയത്താണ് വന്നത്. എന്നിട്ട് മമ്മി ഓർത്തത് ആ ചേട്ടൻ പാല് മേടിക്കാൻ വേണ്ടി സാധാരണ അവിടെ പാത്രം വെച്ചിട്ട് പോവേ. ചിലപ്പോൾ വലിയ ഓന്ത വല്ലതും ആയിരിക്കുമേ. ഈ കരികല ഇങ്ങനെ ഉണങ്ങി കിടക്കുന്നത് നമ്മളോർക്ക് ഭയങ്കര വലിയ സാധനം. നമ്മളവിടെ ചെന്ന് നോക്കുമ്പോൾ ആയിരിക്കും ചെറിയൊരു സാധനമായിരിക്കും. അപ്പോൾ ആ ചേട്ടനാന്ന് ഓർത്ത് നമ്മൾ കഥ തുറന്നപ്പോഴത്തേനും പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നില്ലല്ലോ. ആ പ്രതീക്ഷ ഇതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന അതാണ്. ആ ഒരു എക്സൈറ്റ്മെന്റ്, ആ കാണുമ്പോൾ ആ ഉള്ള ഒരു എക്സ്പ്രഷൻ. പക്ഷെ അതൊന്നും എനിക്ക് എടുക്കാനൊന്നും പറ്റില്ല. കാരണം അപ്പം അറിയാലോ ആ പപ്പായ്ക്കും മമ്മിക്കും ഒന്ന് വീഡിയോയിൽ വരാനൊന്നും ഇഷ്ടമുള്ള കാര്യമല്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഈ വീഡിയോക്കകത്ത് ചിലപ്പോൾ കണ്ടു ഇത്തിരി എടുത്തിട്ടുണ്ട്. അന്നേരത്തിന് മമ്മിക്ക് ഇതാണ് ഞാൻ പിന്നെ ഒരു ഫോട്ടോ എടുത്തിട്ട് നിർത്തിയത്. മമ്മിക്ക് മനസ്സിലായി ഒരു 2 സെക്കൻഡ് എങ്ങാണ്ട് വെള്ളം തോന്നുന്നു, അറിയത്തില്ല. കാരണം അറിയാമല്ലോ നമുക്ക് സ്വാഭാവികമായിട്ടും. ഈവൻ ഞാൻ ഇത്രയും വീഡിയോ എടുത്തിട്ട് ഞാൻ പറഞ്ഞത് ചിലപ്പോൾ നിങ്ങൾക്ക് ഇതായിട്ട് ഇത്രയും വീഡിയോ എടുത്തിട്ട് ഇത്രയും വീഡിയോയ്ക്കൊക്കെ ഇവിടെ ഈ വാവ എവിടെ വന്ന് നിൽക്കുന്നുണ്ട് ഇത്രയും പറഞ്ഞു. അന്ന് പെരുന്നാളിൽ വന്നിട്ട് ഞാൻ ഒരക്ഷരം മിണ്ടാതെ തിരിച്ചു പോയി. ഞാൻ വഴക്ക് പറഞ്ഞു തന്നിട്ട് നല്ല ഫോണൊക്കെ മേടിച്ചോണ്ട് പോയത് വീഡിയോ എടുക്കാനല്ലേ, എന്നിട്ട് വീഡിയോ എടുക്കാതെ തിരിച്ചു പോകുന്നില്ല എന്നൊക്കെ ചോദിച്ചിട്ട് ഞാൻ ദേഷ്യപ്പെട്ടിട്ടോ. കാരണം അവിടേക്ക് പോകുന്ന വീഡിയോ ആൾക്കാർക്ക് കാണാൻ ഇഷ്ടമുണ്ട്. ഇപ്പോഴും നമ്മുടെ ഫ്ലാറ്റും കാര്യങ്ങളൊക്കെ അല്ലേ ഇടുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ആശാനോ. അതുകൊണ്ട് ഞാൻ നോക്കിയപ്പോൾ 3 സെക്കൻഡ് 4 സെക്കൻഡ് ഒക്കെ ഉള്ള വീഡിയോ എടുത്തിട്ട് വീഡിയോ. അതാണ് ഞാൻ പറഞ്ഞത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പോലും ഇപ്പോഴും ഭയങ്കര ഒരു ചമ്മലും ഇതൊക്കെയാണ്. അപ്പോൾ അവരുടെ കാര്യം പറഞ്ഞറിയിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ അതാണ് ഒരു വീഡിയോ എടുക്കാൻ പറ്റാത്തത്. ശരിയല്ലല്ലോ. പിന്നെ നിങ്ങളൊന്ന് ഈ വീഡിയോ കാണുന്നതിൽ കുറേ പേരെങ്കിലും ചിന്തിച്ച് നോക്കിയാൽ മതി. മറ്റേ നമ്മൾ കല്യാണത്തിനൊക്കെ വീഡിയോ എടുക്കുമ്പം നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ആ കഴിപ്പങ്ങ് നിർത്തിയിട്ട് അവർ പോകുന്നിടം വരെ നമ്മൾ ചിലപ്പോൾ അതേപടി ഇങ്ങനെ ചോറിനകത്ത് കഴിച്ചിറക്കേണ്ടി. അത്രത്തോളം നമുക്ക് ഈ ക്യാമറ ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബുദ്ധിമുട്ട് ഉള്ളത് ഒരു 75% ആൾക്കാർക്കുണ്ട്. പിന്നെ ഇപ്പോഴപ്പോഴാണ് എല്ലാവരും വീഡിയോ എടുക്കുന്നത്. വീട്ടിലൊക്കെ എല്ലാവരും ഇപ്പം ഒരുപാട് പേര് വീഡിയോ എടുക്കുന്നവരൊക്കെ ഉള്ളതുകൊണ്ട് ആൾക്കാർക്ക് അങ്ങനെ മാറി ചിന്തിച്ചു തുടങ്ങി. ഈവൻ ഇപ്പോഴും അതെ, ഇപ്പം അവിടെ ആണെങ്കിലും മമ്മി ആണെങ്കിലും ഇപ്പം ഫോട്ടോ എടുക്കുക എന്ന് പറഞ്ഞ രീതിയിലേക്ക് ഇത്തിരി മാറിയിട്ടുണ്ട്. സ്ഥിരമായിട്ട് ചെയ്യുന്നതുകൊണ്ടാണ് കുഴപ്പമില്ല. ഒരു ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുന്നതിന് അങ്ങനെ കുഴപ്പം. പിന്നെ വീഡിയോ എടുക്കുന്നതിന് മമ്മി ഇടയ്ക്കിടയ്ക്ക് വർത്താനം പറയും. എന്നാൽ പോലും ഒരു പരിധി വിട്ടൊന്നും അങ്ങനെ ഇതില്ല. അതാണ് അതൊന്നുമല്ല, വേറൊന്നുമല്ല. അതെല്ലാവരും ഇതൊക്കെയാണ്. ഇത് ഉണങ്ങിക്കരിഞ്ഞ് കിടക്കുന്നത്. ഇപ്പോൾ ഏകദേശം ഒരു പെട്ടെന്ന് മൂടി ചിലപ്പോൾ മഴ പെയ്യാൻ വേണ്ടിയുള്ള സാധ്യത. കാരണം ഇന്ന് രാവിലെ വെളുപ്പിനെ കണ്ടത് മമ്മി ഇന്നലെ വെളുപ്പിനെ കണ്ട് മഴ പെയ്തെന്ന് പറഞ്ഞു.
ഇവിടെ ചെറുതായിട്ട് തൂളിയായിരുന്നു പറഞ്ഞു. വീട്ടിലും പെയ്തെന്ന് പറഞ്ഞു. പിന്നെ ഈ മഴയ്ക്കെന്ന് പറഞ്ഞാൽ അടുത്ത് ചൂട് കൂടാൻ വേണ്ടിയുള്ള മഴയാണ്. അത്രത്തോളം വലിയ മഴയൊന്നും അല്ല, ഭൂമി തണുക്കാനുള്ള മഴയൊന്നും അല്ല പെയ്യുന്നത്. എന്നാലും നല്ല മഴ പെയ്താൽ പുല്ലുമാകും, തണുപ്പും കുറയും, ഭൂമി തണുക്കണം അന്ന്. പക്ഷെ ആ മഴ പെയ്യാനുള്ള സാധ്യത കുറവാണ്. എനിക്ക് തോന്നുന്നു ആൺകുട്ടിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് വലിയേട്ടാനെയാണെന്ന് കുറേ നേരം ഇരുന്നു കേട്ടോ. തോന്നലൊക്കെ കയ്യൊക്കെ കയറ്റി വെച്ചിരിക്കുന്ന അണ്ണുണ്ടല്ലോ എൻ്റെ അമ്മ എന്നാ പത്രാസം. വലിയേട്ടാ ഇപ്പോൾ എല്ലാ ദിവസവും കടയിൽ നിന്ന് ഇങ്ങോട്ട് വന്നിട്ടാണ് വൈകിട്ട് തിരിച്ചു പോകുന്നത്. അതായത് ഉച്ച സമയത്തൊന്നും കണയങ്കോയിൽ ആളെയില്ല. മുതല് ചേട്ടാടെ തോളയിലായിരുന്നു. ഇപ്പോഴും തോളയിലായിരുന്നു മമ്മി അവിടെ കൊണ്ടുപോയത്. അപ്പോൾ ഈ ഉച്ച സമയത്ത് അവിടെ തിരക്ക് കുറവായതുകൊണ്ട് ഈ എല്ലാം അവിടെ ഭയങ്കര ചൂട് കേട്ടോ കണയങ്കോലിൽ. അപ്പം വലിയേട്ട ഇങ്ങോട്ട് പോരും, ചോറ് കൊണ്ടിട്ട് ഒന്ന് റെസ്റ്റ് എടുത്ത് 5 മണിയാകുമ്പോഴേ തിരിച്ചു പോകും. ആ സമയത്ത് പിന്നെ വൈകിട്ടാണ് ആൾക്കാർ കയറുന്നത്. നമ്മുടെ അവിടുത്തെ പോലെ സ്ഥിരമായിട്ട് സ്ഥിരമായിട്ട് ആൾക്കാർ വരുന്നില്ല. രാവിലെ കയറും, ഒരു ഉച്ച വരെ ആൾക്കാരുണ്ടാവും, അങ്ങോട്ട് ബസ്സിന് വരുന്നവരൊക്കെ ഉണ്ടാവും. പിന്നെ വരുന്നത് വൈകിട്ട് ഒരു എല്ലാ പണിയെല്ലാം കഴിഞ്ഞ് പണിക്ക് പോകുന്നവരൊക്കെ പോയിട്ട് 5:30 ആകുമ്പോൾ വരും. ഇന്ന് ഞായറാഴ്ചയാണ്. ഇന്നും ഉണ്ട്. അത് വല്ലപ്പോഴും നമ്മൾ അത്യാവശ്യം, അതായത് ആ കട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ ചേട്ടൻ്റെ വീടിനോട് അടുത്ത് തന്നെയാണ് കടയും, മേളത്തെ നിലയിലാണ് കടയുള്ളത്. അതുകൊണ്ട് സ്ഥിരമായിട്ട് അവിടെ ആളുകൾ കുഴപ്പമില്ല, വിളിച്ചാൽ എപ്പോൾ വേണമെങ്കിലും വിളിച്ചാൽ വരാം. ചോറിനുണ്ടെങ്കിൽ താഴെ പോയി ചോറിട്ട് കയറി വരാം. അതുകൊണ്ടാണ്. അപ്പോൾ ഇതൊക്കെയാണ് വിശേഷങ്ങളല്ലേ. ഇതൊക്കെയാണ് ഞങ്ങളുടെ കണയങ്കോയിലെ വിശേഷങ്ങൾ. ഒരു വർഷത്തിന് ശേഷം, ഒരു വർഷം മേലെയായി ഞാൻ വന്നിട്ട്. അപ്പം ഒരു സ്റ്റാർട്ടിങ് ട്രബിളൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് സെറ്റാക്കാം അല്ലേ. ഞങ്ങൾ എന്തായാലും തിരിച്ചു പോട്ടെ. കാരണം അവിടെ TV ഒക്കെ വെച്ചിട്ടുള്ളതുകൊണ്ടും അവളെ നമ്മളൊരു റൂമിൽ അവര് എത്രത്തോളം അറിയത്തില്ലല്ലോ, എത്രത്തോളം എക്സ്പീരിയൻസ് ഇല്ലല്ലോ. എങ്കിലും ശ്രദ്ധിക്കില്ല എന്നല്ല, ആ ഒരു ഇതില്ലാത്തതുകൊണ്ട് ചിലപ്പോൾ മറന്നു പോകും ഇങ്ങനെ ഒരാളോട് കിടക്കുന്ന കാര്യം. പപ്പാടെ കൂടെ ആണെങ്കിൽ എല്ലാവരും കൂടെ അവള് നല്ല രീതിക്ക് നിന്നു കേട്ടോ, ഒരു കുഴപ്പമില്ല. അല്ല സാധാരണ അങ്ങനെ എന്തോ നമ്മളിപ്പം ഒരിക്കലും അവള് കരഞ്ഞില്ല, ആരും കഴിഞ്ഞില്ല. ഇല്ല, ആരുടെ കൂടെ പോയാലും അവള് അല്ലെങ്കിൽ അവള് കരയൊന്നുമില്ല. അവൾക്ക് ഉറക്കം വന്നാൽ മാത്രമേ അവള് കരയുള്ളൂ. വീട്ടിൽ നിന്നാണെങ്കിലും ചേട്ടായിയും ചേച്ചിയും മമ്മിയും ഒക്കെ വന്നു കഴിഞ്ഞാലും അവള് ഓക്ക് കുഴപ്പമില്ല. അവര് പിന്നെ അവള് കണ്ടിട്ടുണ്ട്, ഇവിടെ ആരെയും കണ്ടിട്ട് പോലും ഇല്ല, എന്നിട്ട് അവൾക്കൊരു കുഴപ്പമില്ലായിരുന്നു. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ വിശേഷങ്ങൾ. അപ്പം അടുത്ത വേറെ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.